ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നത്തോടുകൂടി അവൾക്കവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഞാൻ ഉണ്ടാക്കും. വളകാപ്പിന് ഇവിടെ ഉണ്ടായതുപോലെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിയിലും ചില കളികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവളോട് എന്താ നീ ഇത്ര ദേഷ്യം കാണിക്കുന്നത്? നിന്നോട് അവൾ എന്ത് തെറ്റ് ചെയ്തു? ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അനുപേട്ടന് മനസ്സിലായില്ലേ? ഇല്ല, നീ ഈ പറയുന്ന ന്യായം എനിക്ക് തീരെ മനസ്സിലായില്ല. ഈ ഡ്രസ് എറിഞ്ഞു കളയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചേ? ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച എന്തേലൊക്കെ സംഭവിക്കും. അതെനിക്ക് പേടിയാ. അർച്ചനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ദോഷം വിതയ്ക്കുന്ന ദുരാത്മാവാണെന്നല്ലേ ജോത്സ്യം പറഞ്ഞത്? അത് തന്നെയാണല്ലോ തെളിഞ്ഞതും. നീ വെറുതെ അനാവശ്യം പറയരുത്. അനുപേട്ട, അർച്ചനയുടെയും ആ കുഞ്ഞിന്റെയും സാമീപ്യമുള്ള ഒരിടത്തും സന്തോഷമുള്ള ഒരു കാര്യം നടക്കില്ല. നെല്ലിശ്ശേരിയിൽ വളകാപ്പ് ചടങ്ങ് നടത്താൻ തുടങ്ങിയപ്പോ ഉണ്ടായ പുകിലൊക്കെ നിങ്ങളും കണ്ടതാണല്ലോ. 4 പേരാ മരിച്ചത്, അറിയാലോ. വെറുതെ എന്തിനാ എവിടെയും പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നേ? ആ അതെ, നമുക്ക് പുറത്തെവിടെയും പോയി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം. നീ എന്ത് മര്യാദകളായി പറയുന്നത്? ഫംഗ്ഷന് വേണ്ടി ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് മാത്രം പുറത്തു പോയി ആഘോഷിക്കാന്നോ? നിന്റെ തലയ്ക്ക് എന്താ വെളിവില്ലേ? ആ, എന്റെ തലയ്ക്ക് വെളിവുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അർച്ചനയെ ഒപ്പം ചേർത്ത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് നടക്കില്ല. നീ ഈ പറഞ്ഞ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. വെഡിങ് ആനിവേഴ്സറി നടത്തുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് മാത്രമേ നടത്താൻ പറ്റൂ. ഇല്ലെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെക്കാം. എല്ലാവരോടും ഫംഗ്ഷൻ മാറ്റി വെച്ചെന്ന് നീ തന്നെ വിളിച്ചു പറഞ്ഞേരെ. നിങ്ങൾ തന്നെ എല്ലാവരോടും പറഞ്ഞാ മതി. ഞാനാരോടും വിളിച്ചു പറയാൻ പോകുന്നില്ല. തീരുമാനിച്ച കാര്യങ്ങൾ തീരുമാനിച്ച പോലെ തന്നെ നടക്കും. അച്ചുവും അവളുടെ വയറ്റിലുള്ള കുഞ്ഞും ഇവിടെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നെന്ന് എനിക്കൊന്ന് കാണണം. എന്റെ സഹോദരി മേടിച്ചെന്ന് ഈ ഡ്രസ്സ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ആകാശം ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ ഞാൻ വീഴട്ടെ. അവളെ എന്റെ കൂടപ്പുറപ്പാ. അവക്ക് എന്ത് ദുഃഖം ഉണ്ടായാലും ഞാൻ അവളുടെ കൂടെ നിൽക്കൂ. ഒരു ദുരാത്മാവും എന്നെ തൊടില്ല. ഇതിന്റെ പേരില് ഇനി എന്തെങ്കിലും കോലാഹലം നീ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയാൽ ഇന്നത്തോടെ നിന്റെ ഈ വീട്ടിലെ താമസം ഞാൻ അവസാനിപ്പിക്കും. കണ്ടില്ലേ, അവളൊരു ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞങ്ങൾ തമ്മിൽ അടിയായി. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം? അർച്ചനയെ ഒപ്പം ചേർത്ത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് നടക്കില്ല. മോളെ, കുഞ്ഞുറങ്ങിയമ്മ? അവളെപ്പോഴേ ഉറങ്ങി. വാ, അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാം. എനിക്ക് നല്ല സുഖം തോന്നില്ല അമ്മ. ഇന്നെനിക്ക് അത്താഴം വേണ്ട. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. ദേ, ഈ വയറ്റിലേ ഒരു കുഞ്ഞുള്ളതാ. ഈ അവസ്ഥയില് അങ്ങനെ രാത്രി ഒന്നും കഴിക്കാതെ കിടക്കാൻ പറ്റില്ല മോളെ. ദാ നോക്ക്, അനൂപ അവിടെ നിന്നെ കാത്തിരിക്കുക. വാ. ഏട്ടനോട് കഴിച്ചോളാൻ പറ. വല്ലാത്ത തലവേദന, ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. എന്നാലേ അമ്മ ഒരു ഗ്ലാസ് പാല് കാച്ചി കൊണ്ടുവരാം. എനിക്കൊന്നും വേണ്ട അമ്മ. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റത്തില്ല. ഞാൻ പോയി പാല് കാച്ചി കൊണ്ടുവരാം.
അല്ല, ഞാനിതിപ്പോ ആരോടായി ചോദിക്കുന്നെ? ഞാൻ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും ചത്ത ശവം പോലെ കിടക്കുന്ന നിങ്ങൾക്കതുകൊണ്ട് എന്താ കാര്യം? അനൂപിന്റെയും മീരയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് എനിക്ക് അർച്ചനയെ ഒന്ന് കാണണം. തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന അവളുടെ മുൻപിൽ ഞാനിപ്പോ മഹാവിജയ. അത് എനിക്ക് അവളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അവൾക്കവിടെ മനസമാധാനക്കേടിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മീരയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നത്തോടുകൂടി അവൾക്കവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഞാൻ ഉണ്ടാക്കും. വളകാപ്പിന് ഇവിടെ ഉണ്ടായതുപോലെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിയിലും ചില കളികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പോ തനിക്കെന്നെ ചവിട്ടണമെന്നൊന്നും തോന്നില്ലല്ലേ? കുറച്ച് കള്ളത്തരം കയ്യിലുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ തൽക്കാലം ഞാനതൊക്കെ ക്ഷമിക്കുന്നതേ കുറച്ചു നാളുകൂടി എനിക്ക് തന്നെ ആവശ്യമുള്ളതുകൊണ്ടാ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. ആ റെഡി. ആഹാ, ദാ കേക്ക് വന്നല്ലോ. എന്തോ നടിയത്? ഇനി വാ. അച്ചുവിടെ അവളെപ്പോഴും മുറിക്കകത്ത് അടച്ചിരിക്കുകയാണല്ലോ. ആ, ആ, ഇങ്ങോട്ട് വന്ന് ഇതിലൊക്കെ ഒന്ന് കൂടാൻ പറ. അപ്പോഴല്ലേ സന്തോഷം വരിക. ഞാൻ പറയാം മാഷെ, കളിക്ക. വാ. നീ ഇതുവരെ റെഡിയായില്ലേ മോളെ? നീ എന്തിനാ ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്? ദേ, അച്ഛൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുക. എനിക്ക് വയ്യ അമ്മേ, ഞാൻ വരുന്നില്ല അങ്ങോട്ട്. ഫംഗ്ഷൻ അവിടെ നടക്കട്ടെ. അതങ്ങനെ ഞാൻ ഇവിടെ എങ്ങാനും സമാധാനമായിട്ട് കുറച്ചു നേരം ഇരുന്നോളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ?